ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ് കുറേശ്ശെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും പഴയതുപോലെ അത്യാഗ്രഹത്തോടെ ഈ സിലബസ് തീർക്കാനോ അല്ലെങ്കിൽ ഡെയിലി 5-6 ക്ലാസ് ഇടാനോ ഉള്ള മാനസികാവസ്ഥ ഇല്ല. അതിൻ്റെ കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് ടെൻസിൻ്റെ ക്ലാസ് ഇട്ടു. ആ ടെൻസിൻ്റെ ക്ലാസ് ഇട്ടപ്പോൾ പ്രതികരണം വളരെ മോശമായിരുന്നു. അതേസമയം ഇതേ 1 മണിക്കൂറുള്ളത് മറ്റാളുകൾ ഒരു 60 മിനിറ്റ് ക്ലാസ് ഒരു 10 ക്ലാസ്സായിട്ടിട്ടാൽ കാണാൻ ധാരാളം പേരുണ്ടാകും. ഈ ടൈം കൂടിയതായിരിക്കണം ഒരുപക്ഷെ ഇതിൻ്റെ കാരണം. നിങ്ങൾ ഇന്നലെ നിരന്തരമായി വിളിച്ച ഫോൺ പലരായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോണും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചവരെല്ലാവരും പറഞ്ഞ് നിങ്ങൾ ഈ ക്ലാസ് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ മാത്സ് ക്ലാസ്സും എൻ്റെ ക്ലാസ്സും തമ്മിൽ എന്താ ഈ വ്യത്യാസം? മാത്സ് ക്ലാസ് 2000 കാണുമ്പോൾ എൻ്റേത് 6000 കാണുകയാണ്. നിങ്ങൾ ഒരേ ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള വ്യക്തമല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങൾക്ക് ധാരാളമുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇതിൽ കാണും, ഇഷ്ടമില്ലാത്ത ഞങ്ങൾ കാണില്ല. അപ്പോൾ മാത്സ് ഏറ്റവും കുറച്ച് കാണുക, മറ്റ് ക്ലാസ്സുകൾ ലേശം കൂടുതൽ കാണുക. ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ രണ്ടും ഒരുപോലെ കാണണ്ടേ? അപ്പോൾ നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കാണും, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഞങ്ങളും മനുഷ്യരാണ്. എൻ്റെ ക്ലാസ്സിൻ്റെ തൊട്ടടുത്ത് മാത്സിൻ്റെ ക്ലാസ് കിടക്കുകയാണ് 2000 വ്യൂസുമായിട്ട്. ഒരു മാത്സ് ക്ലാസ് എടുക്കണമെങ്കിൽ 2 മണിക്കൂർ വേണം. 2 മണിക്കൂറുണ്ടെങ്കിൽ ഒരു മാത്സ് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ചെറുപ്പക്കാരൻ ഈ ബോർഡിൽ എടുത്ത് പിന്നെ അതിനെ അഴിച്ച് അടുത്തെഴുതി എടുക്കാൻ 2 മണിക്കൂർ എടുക്കും. പിന്നെ അതിന് എഡിറ്റ് ചെയ്തിടണം. കാണുന്ന 2000 പേര്. എന്നിട്ട് നിങ്ങളെല്ലാവരും പറയുന്നു ചക്രവാണി ക്ലാസ്സസിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. പേരും കള്ളമാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ സിലബസ് +2ൻ്റെ സിലബസ് ഡിഗ്രിയുടെ സിലബസ് ഏറെക്കുറെ ഒന്നാണ്. ഇനി ഞങ്ങൾ ക്ലാസ് നിർത്തിപ്പോയാലും മെറ്റീരിയൽ അവിടെ കിടക്കുകയല്ലേ, നിങ്ങൾ കാണാത്തതുകൊണ്ടല്ലേ. ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ. ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാനുള്ളൂ. ആധികാരിക ഗ്രന്ഥം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് അത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ നിർത്തിപ്പോയാലും ഇത് കുറേ കാലം നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതി ജയിക്കാനുള്ള മെറ്റീരിയൽസ് അതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ നിർത്തിപ്പോയാൽ നഷ്ടമെന്താ? ഇപ്പം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് ബുക്കില്ലേ, റിനൈസൻസിന് ബുക്കില്ലേ, കോൺസ്റ്റിറ്റ്യൂഷന് ബുക്കില്ലേ, എല്ലാത്തിനും ഡേറ്റ്സ് എഴുതാനും അതുപോലെ തന്നെ വർഷങ്ങൾ എഴുതാനും ബുക്കില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു വ്യത്യാസം വന്നതാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ സ്ഥാപനം നടത്തുന്നവരാണ്. എനിക്കത് വ്യക്തമായിട്ടറിയാം. മണിസാറിൻ്റെ ക്ലാസ് പഠിച്ചിട്ടെടുക്കുന്ന എത്രയോ കൊച്ചു സ്ഥാപനങ്ങളുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല. ഞാൻ ആക്ഷേപിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കാരണം അവരൊരു ഉപജീവന മാർഗത്തിനാണ് അവർ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവർ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ക്ലാസ് ഇടുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു മാറ്റങ്ങളൊക്കെ അവരപ്പോൾ വരുത്തും. നമ്മുടെ ചുമയും നമ്മുടെ ശ്വാസതടസ്സമൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ആ ക്ലാസ് എടുക്കും. ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല. അവരും വളരെയധികം വ്യത്യാസപ്പെട്ടു പോയി. ക്വാളിറ്റിയിൽ വളരെ ഒരു ഗുണകരമായൊരു മാറ്റം നമ്മൾ വന്നതോടുകൂടി ഉണ്ടായി. അത് ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ നെഗറ്റീവ് എഴുതാതിരിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾക്കത് തലമുറകളായിട്ട് നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കില്ല. കാരണം നെഗറ്റീവ് എഴുതാൻ പാടില്ല. ഈ നെഗറ്റീവ് എഴുതാൻ പാടില്ല എന്നുള്ളത് ഗുഡ് ബൈ ടു നെഗറ്റീവ് നമ്മുടെ ചക്രവാണി ക്ലാസ്സസിൻ്റെ ഒരു മുഖമുദ്രയാണ്. അതിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും പറയുന്നുണ്ട്. പിന്നൊന്ന്, നിങ്ങളുടെ അടുത്ത് ഈ റാങ്ക് ഫയലുകൾ വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ നിങ്ങളുടെ മനസ്സിൽ കിടക്കില്ല യഥാർത്ഥത്തിൽ. ആ റാങ്ക് ഫയൽ വാങ്ങാതിരുന്നുകൊണ്ടല്ലേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചത്. ഇത്തവണത്തെ പരീക്ഷയുടെ ഒരു 75% ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് പാഠഭാഗങ്ങൾ. ചില പേജിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഞാനതൊന്നും വിസ്തരിച്ച് ഞാൻ പറയുന്നില്ല. ഒരു പേജിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അപ്പോൾ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചവർക്ക് പിന്നെ ഒരു ഫയലിൻ്റെയും ആവശ്യമില്ല.
അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കാണും. അതുകൊണ്ട് ഞാനത് ചക്രവാണി സാറ് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത്. നിങ്ങൾ നശിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ശക്തരായി, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങി, നിങ്ങൾ നിങ്ങളുടേതായ റാങ്ക് ഫയൽ എഴുതി തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ ശക്തരായ മനുഷ്യരായി തീർന്നു. അത് തീർക്കാൻ ഞങ്ങൾ കുറേ സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ. അതാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ ഈ ക്ലാസ് 5 മിനിറ്റ് വെച്ചിട്ടിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കാണുമായിരുന്നു. ഇനി മാത്സിൻ്റെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിനോടൊപ്പം എത്തിയില്ല എങ്കിൽ ഇത് നിർത്തും എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ ഏകദേശം തുല്യമായി കണ്ടില്ല എങ്കിൽ ഇത് നിർത്തുക തന്നെ ചെയ്യും. നിർത്തിയാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പോണ ആരാണെന്ന് എനിക്കറിയാം. ഈ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ ഒന്നുകൂടി പച്ച പിടിക്കും. വലിയ വലിയ ആപ്പുകൾ ശക്തി പ്രാപിക്കും. എൻ്റെ അടുത്ത് ഒരു ആപ്പ് വിളിച്ച് പറഞ്ഞതാണ്, ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല. ചക്രവാണി സാറ് 10-40 പേരെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത്. 40ഓളം സ്റ്റാഫുണ്ട്. ഈ 40ഓളം സ്റ്റാഫിന് അവരുടെ ഉപജീവന മാർഗം ഈ പെയ്ഡ് ആപ്പാണ്. അത് സാറിൻ്റെ ക്ലാസ് വന്നതോടുകൂടി ഞങ്ങളെ കുട്ടികളെല്ലാം അതൊന്ന് പിൻവലിഞ്ഞു പോയി. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഒന്നുകിൽ സാറ് ഞങ്ങളവിടെ പഠിപ്പിക്കാൻ വരണം, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഇത് നിർത്തണം. കാരണം ഇത്രയും പേരുടെ കുടുംബം അനാഥമാവുകയാണ്. ഒരു ആപ്പ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ്. എല്ലാ ആപ്പുകളും നമ്മളെ വിളിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, ചക്രവാണി സാറിൻ്റെ ശരീരത്തിൽ ഉയരുള്ളിടത്തോളം കാലം ഞാൻ വേറൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ പോവുകയില്ല. നിങ്ങൾക്ക് എന്നെ വേറൊരു സ്ഥാപനത്തിൽ ഞാൻ ബനിയൻ വിട്ടുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ജന്മം കാണാൻ കഴിയില്ല. 2, ഒരു പെയ്ഡ് ക്ലാസ് ഞാൻ നടത്തില്ല. കുറച്ച് പേരെ പെയ്ഡ് ക്ലാസ് നടത്താൻ അത് ഞാൻ ചെയ്യില്ല. ഞാൻ നോക്കും ഇതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കും. ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ ഏറെക്കുറെ തുല്യമായി കാണുകയാണെങ്കിൽ, അപ്പോൾ തുല്യമായി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ ക്ലാസ് 10,000 പേര് കണ്ടു. മാത്സും ഒരു 10,000 പേര് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ സയൻസും 10,000 പേര് കാണുകയാണെങ്കിൽ ഈ ക്ലാസ് തുടരണമല്ലോ. കാരണം ഞങ്ങളെ ആശ്രയിക്കുന്ന 10,000 പേരുണ്ട്. മറ്റേത് അവിടെ 5 മിനിറ്റ് കണ്ട്, ഇവിടെ 2 മിനിറ്റ് കണ്ട്, അവിടെ 3 മിനിറ്റ് കണ്ട്, വേറൊരു ചാനലിൽ പോയി 2 മിനിറ്റ് കണ്ട്, അത് നിങ്ങളുടെ മൗലിക അവകാശമാണ്. നിങ്ങൾ കാണുക തന്നെ വേണം. ഞങ്ങൾക്ക് നിർത്താനുള്ള മൗലിക അവകാശം ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നിങ്ങൾ എല്ലാ ഫയലും വാങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഇതിനകത്ത് ഏകദേശം 250-ലധികം ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അത് ദീർഘമായ ക്ലാസ്സുകളാണ്. ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് തലങ്ങനെ വിലങ്ങനെ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ആ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു പ്രശ്നം എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, SSLCയുടെ 4 ടേം പരീക്ഷ കഴിഞ്ഞു, പ്രാഥമിക പരീക്ഷയുടെ. ഈ 4 ടേമിലും ജയിച്ചവരെ ധാരണ എന്താണെന്ന് അറിയാം, ഇനി ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ജയിച്ചിരിക്കുക തന്നെ. പക്ഷെ അവരറിയുന്നില്ല ഇതിൻ്റെ മെയിൻ പരീക്ഷയുണ്ടെന്ന്. അവർ മെയിൻ പരീക്ഷ എഴുതിയെടുക്കണമെങ്കിൽ +2 ഡിഗ്രിയും കൂടെ പഠിച്ച് തീർത്താൽ മാത്രമേ അവർക്ക് SLCയുടെ മെയിൻ പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റൂ. അവിടെ ഇംഗ്ലീഷ് ഉണ്ടാവും, അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതവർ മനസ്സിലാക്കുന്നില്ല. ഇത് നിങ്ങളെ കുറ്റമല്ല, നിങ്ങൾ ഈ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമാണിത്. എന്താ നെടുമങ്ങാട് ഞങ്ങളെ ഈ നാട്ടിൽ ഇപ്പം നമ്മൾ പിന്നെ വീട്ടിൽ തുടങ്ങിയ ക്ലാസ് 60 പേരെന്ന് വെച്ചാൽ 60 പേർക്ക് അഡ്മിഷൻ, 60 പേർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ട്? അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അവർ ഈ മറ്റേ ഞങ്ങളിവിടെ പകുതി പഠിച്ചിട്ട് മറ്റ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അവിടെ ഭയങ്കര അപ്രീസിയേഷനാണ്. ഉത്തരങ്ങൾ വിളിച്ചു പറയാം. അപ്പോൾ നമ്മളവിടെ നിന്ന് വന്ന കുട്ടികളാണെന്ന് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും അധ്യാപകർ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളാണ്. അതിൽ യഥാർത്ഥത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം അവർ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാൻ അവർക്ക് കഴിയുന്നു, കീറി മുറിച്ച് പറയാൻ അവർക്ക് കഴിയുന്നു. അതിനെല്ലാം ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എൻ്റെ സ്റ്റുഡൻസ് ഈ പെയ്ഡ് ആപ്പിൽ പോലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. പണം വാങ്ങി നടത്തുന്ന ക്ലാസ്സിൽ പോലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ അവസാനം ഇട്ട ടെക്സ്റ്റ് ബുക്കുണ്ട് 8ാം ക്ലാസ്സിലെ പാർട്ട് ഇട്ടപ്പോൾ 7 ദിവസം കൊണ്ട് കണ്ടത് 4000 പേരാണ്. യഥാർത്ഥത്തിൽ പരീക്ഷയുടെ സകലതും ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ മനസ്സ് വരുന്നില്ല. അതേസമയം എൻ്റെ ക്ലാസ് ചിലപ്പോൾ 10,000 പേര് കാണും, ആ ടെക്സ്റ്റ് ബുക്ക് ഇട്ടത് 4000 പേര് കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിനായി ടെക്സ്റ്റ് ബുക്ക് എടുത്തത്? ഞങ്ങൾക്ക് ലോജിക്ക് ചിന്തിക്കാൻ പറ്റുന്നവരല്ലേ. ഒരു 5000 പേര് സ്ഥിരമായി എല്ലാ ക്ലാസ്സും കണ്ടാൽ പോലും നമുക്ക് ക്ലാസ് ഇടാനുള്ളൊരു മനസ്സ് വരും.
ഞാനീ സംസാരിക്കുന്ന കണ്ട് എല്ലാ ആപ്പുകാരും സന്തോഷിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക കിട്ടും. കാരണം ഈ കുറച്ച് അഹങ്കാരം പിടിച്ചിട്ടുള്ള ഈ കുട്ടികൾ അവസാനം നിങ്ങളുടെ ആപ്പിൽ വന്ന് ചേർന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ അവർ മനസ്സിലാക്കും ഈ ചക്രവാണി ക്ലാസ്സസ് നിന്ന് കിട്ടിയതിൻ്റെ വില എന്താണെന്ന്. ഇപ്പോൾ അവർ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഞങ്ങളെ ക്ലാസ് തന്നെ കാണുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ മാത്സ് 4000 കാണുന്നുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് ഇട്ടാൽ 2000 കാണുന്നുള്ളൂ. അതുകൊണ്ട് അത് വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ 20 വർഷക്കാലം നെടുമങ്ങാട് ഈ ക്ലാസ് നടത്തിയതാണ്. 20 വർഷക്കാലം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 500 രൂപയാണ് ഫീസ് വാങ്ങിച്ചത് ഒരു വർഷത്തേക്ക്. അത് അടുക്കള വേലയ്ക്ക് പോകുന്ന അമ്മയുടെ മക്കളെ എന്ന് വാങ്ങില്ല, തീരെ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരെ എന്ന് വാങ്ങില്ല. ഒരാൾക്ക് വേറൊരാളെ ശുപാർശ ചെയ്യാം, ഈ കുട്ടിയുടെ പൈസ തരാനില്ല എന്ന് ശുപാർശ 500 രൂപയാണ് വാങ്ങുന്നത്. അത് ക്ലാസ് ഒരാഴ്ചയിൽ 4 ദിവസം 20 മണിക്കൂറാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പലർക്കും മനസ്സില്ല, എന്താണെന്നറിയാമോ? ലെങ്തി ആയി പോകുന്നു ക്ലാസ്. നിങ്ങൾക്ക് 5 മിനിറ്റ് കാണാനാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ 2 മിനിറ്റ് കാണാനാണ് നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ സിലബസിൻ്റെ ഏതെങ്കിലും ഒരു വരി കേൾക്കാനാണ് നിങ്ങളുടെ മനസ്സ്. ഇവിടുത്തെ ക്ലാസ് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കയറിയാൽ 5 മണിക്കൂർ നിൽക്കണം. ഈ 5 മണിക്കൂറിനകത്ത് സ്വകാര്യ വീരവാദങ്ങളും അടിക്കാൻ പാടില്ല. ഈ 5 മണിക്കൂർ പഠിപ്പിക്കാനുള്ള നോട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അത് മാത്രമല്ല, അധ്യാപകൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ അധ്യാപകൻ വിളിച്ച് പറയും, സാറേ ഞാൻ പഠിപ്പിച്ചതെന്ന് ഇത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അധ്യാപകരാണ് നമുക്ക് ആവശ്യം. 2 മണിക്കൂർ പഠിപ്പിച്ചിട്ട് ഓടാൻ ആർക്കും പറ്റും. അവർക്ക് റിസൾട്ട് വരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് റിസൾട്ട് വേണം, റിസൾട്ട് കൂടിയേ തീരും. അതുകൊണ്ട് ഈ ക്ലാസ് കുറച്ചുകൂടി ഞാൻ വാച്ച് ചെയ്യും. ഏതായാലും പഴയ ആവേശകരമായ മുന്നേറ്റങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെൻസിൻ്റെ ബാക്കി ഭാഗത്തെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു തരാം. ആരെങ്കിലും ഒരു കാഴ്ചക്കാരനുണ്ടെങ്കിൽ. ഒരാളായാലും ഞാൻ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞെന്നൊക്കെ ചിലർ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരാളെല്ലാം കാണണം, ഒരാളെ ഉള്ളൂ. ആ ഒരാൾ മാത്സിൻ്റെ ഒരു ക്ലാസ് കാണും, ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് കാണും. അപ്പോൾ ഒരാളെ എനിക്ക് മനസ്സിലായി ആരാണെന്ന്. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ടെൻസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് പഠിപ്പിച്ചപ്പോൾ ടെൻസിനെ 3ആയിട്ട് തരംതിരിക്കുമെന്നും ദ പ്രസൻറ്റ് ടെൻസ്, ദ പാസ്റ്റ് ടെൻസ്, ദ ഫ്യൂച്ചർ ടെൻസ്. ദ പ്രസൻറ്റ് ടെൻസിന് ഉദാഹരണം രാമ പ്ലേസ് ആണെന്നും, പാസ്റ്റ് ടെൻസിന് ഉദാഹരണം രാമ പ്ലേഡ് ആണെന്നും, ഫ്യൂച്ചർ ടെൻസിന് ഉദാഹരണം രാമ വിൽ പ്ലേ കളിക്ക്. ഫ്യൂച്ചർ എന്ന് കേട്ടപ്പോൾ വില്ലും ഷാലും മനസ്സിൽ വരുന്നത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. കണ്ടിന്യൂസ് എന്ന് കേട്ടപ്പോൾ ING ഉള്ളത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. പ്രസൻറ്റ് ടെൻസിനെ 4ആയിട്ട് തരംതിരിക്കുമെന്നും, പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പെർഫെക്റ്റ് എന്ന് കേട്ടപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗോ, വെൻറ്റ്, ഗോൺ. ആ ഗോൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ആണ് ഫ്ലൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ING ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണെന്നും, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ആണെന്നും, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ടെന്നും ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. ഈ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഏകദേശം ഒരു ഹൃദയം എന്ന് പറയുന്നത് ഈ ടെൻസ് തന്നെ. ടെൻസ് എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയിരിക്കുന്നത്. ടെൻസിൻ്റെ നല്ല ക്ലാസ്സുകൾ ഓൺലൈനിൽ ഉണ്ടെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. നല്ല ക്ലാസ്സുകളുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ഇത് ശുഷ്കിച്ച് തീരുമ്പോഴത്തേക്ക് ഞങ്ങൾ നിർത്തിക്കോളാം, പോയി കണ്ടോളൂ. നല്ല ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. സെർച്ച് ചെയ്താൽ നല്ല ക്ലാസ്സുകൾ കിട്ടും. അതുകൊണ്ട് ടെൻസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കുകയാണ്. ബാക്കി ഭാഗത്തേക്ക് കടക്കുമ്പോഴത്തേക്ക് 20 പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇത് ഒരു നിമിഷം പഠിപ്പിക്കുകയാണെങ്കിലും അത് ഹൃദയത്തിൽ തട്ടി തന്നെ പറഞ്ഞു തരും. താല്പര്യമില്ലെങ്കിൽ അപ്പം നിർത്തുക. ശരി, നമുക്ക് നോക്കാം. ആദ്യത്തേത് നമുക്ക് 25 പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് പഠിപ്പിക്കാം. PRESENT, പ്രസൻറ്റ്
ടെൻസ്, TENS ടെൻസ്, PAST പാസ്റ്റ് ടെൻസ്, TENS ടെൻസ്, ദെൻ ഫ്യൂച്ചർ ടെൻസ്, FUTURE ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ എന്ന് കേട്ടപ്പോൾ നമ്മൾ വലിയ ഷാലും വന്നു. പാസ്റ്റ് രണ്ടാമത്തെ വരി ഗോവിന്ദ് എന്നുള്ളത്. ദെൻ ഇത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ഈസ് ആർ പ്രസന്റ് ടെൻസ് ആണ്, ഹാസ് ഹാവ് പ്രസന്റ് ടെൻസ് ആണ്, പ്ലേസ് പ്രസന്റ് ടെൻസ് ആണ്. ശരി, നമുക്ക് 20 നോക്കാം. ഒന്ന്, ആദ്യത്തെ സ്ലീപ്പ്, SLEEP സ്ലീപ്പ്, ഉറങ്ങുന്നു. പാസ്റ്റ് ടെൻസ് SLEPT സ്ലെപ്റ്റ്, ഉറങ്ങി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ SLEPT സ്ലെപ്റ്റ്, ഉറങ്ങി. സ്ലീപ്പ് ഉറങ്ങുന്നു, സ്ലെപ്റ്റ് ഉറങ്ങി. സ്ലീപ്പ് ഉറങ്ങുന്നു, സ്ലെപ്റ്റ് ഉറങ്ങി. സ്ലെപ്റ്റിൻ്റെ വെർബിനെ പിരിക്കുന്നതാണ് ഡിഡ് അധികം സ്ലീപ്പ്. ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നതാണ് ഐ ഡിഡ് നോട്ട് സ്ലീപ്പ്. അതുപോലെ തന്നെ ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങുന്നു. ഞാൻ ഉറങ്ങുന്നില്ല, ഐ ഡു നോട്ട് സ്ലീപ്പ്. രാമൻ ഉറങ്ങുന്നു, രാമ സ്ലീപ്സ് എസ്സൂടെ കാണും. രാമ സ്ലീപ്സ് രാമൻ ഉറങ്ങുന്നു. രാമ സ്ലീപ്സ് എവരി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ രാമൻ ഉറങ്ങുന്നു. സ്ലെപ്റ്റ് ഉറങ്ങി. അപ്പോൾ സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. രണ്ടാമത്തത് ഗ്രാൻഡ്, GRAND ഗ്രാൻഡ് അനുവദിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഗ്രാൻഡ് ഗ്രാൻഡഡ് GRANTED ഗ്രാൻഡഡ് അനുവദിച്ചു. ഗ്രാൻഡഡ് GRANTED ഗ്രാൻഡഡ്. ഇതിങ്ങനെ പഠിപ്പിച്ചില്ല എങ്കിലുള്ള പ്രശ്നം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ദേ സ്ലെപ്റ്റ് അണ്ടർ എ ട്രീ, സ്ലെപ്റ്റ് ഉറങ്ങി. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. അപ്പോൾ ആ സ്ലെപ്റ്റിനെ പിരിക്കണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു നോക്കണം. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. സ്ലെപ്റ്റ് രണ്ടാമത്തെ വരെ ഡിഡ് ഉണ്ടെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ദേ ഗ്രാൻഡഡ് എന്നുള്ള അനുവദിച്ചാണ്. ഡിഡ് അധികം ഗ്രാൻഡാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസിലേക്ക് കിടക്കാൻ പറ്റൂ. അത് മാത്രമല്ല, ഇംഗ്ലീഷിൽ 2 വാക്യമെങ്കിലും പറയണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഗ്രാൻഡ് അനുവദിക്കുക. ഇത് ആദ്യത്തെ വെർബാണ്. വെർബിൻ്റെ പാസ്റ്റ് ടെൻസാണിത്. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് മൂന്നാമത്തെ വരി കിടക്കുന്നത്. അപ്പോൾ സ്ലീപ്പ് ഉറങ്ങുന്നു, സ്ലെപ്റ്റ് ഉറങ്ങി. ഗ്രാൻഡ് അനുവദിക്കുക, ഗ്രാൻഡഡ് അനുവദിച്ചു. അടുത്തത് BUILD ബിൽഡ് നിർമ്മിക്കുന്നു. BUILD ബിൽഡ് നിർമ്മിക്കുന്നു. പാസ്റ്റ് ടെൻസ് BUILT ബിൽറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ BUILT ബിൽറ്റ്. ബിൽഡ്. അപ്പോൾ ബിൽഡ് നിർമ്മിക്കുന്നു. ഡു അധികം ബിൽഡ് തന്നെയാണ്. ബിൽറ്റ് ഡിഡ് അധികം ബിൽഡാണ്. ഡിഡ് അധികം ബിൽഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെ ആയി ചോദിച്ചാൽ ഇത് അറിയണമെങ്കിൽ ഈ വരികൾ അറിഞ്ഞിരിക്കണം. അടുത്തത് 4 സെൻഡ് അയക്കുന്നു. SEND സെൻഡ് അയക്കുന്നു. അയച്ചു. SEND സെൻഡ് അയച്ചു. അപ്പോൾ T വരുമ്പോഴത്തേക്ക് പാസ്റ്റ് ടെൻസ് മനസ്സിലായി. സെൻഡ് തന്നെ. സെൻഡ്. ഇത് പഠിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് നോക്കാം. എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ ചിലപ്പോൾ ഇത് എളുപ്പത്തിൽ പഠിക്കാമായിരിക്കാം. പോയി പഠിച്ചോളൂ. സ്ലീപ്പ് ഉറങ്ങുന്നു, സ്ലെപ്റ്റ് ഉറങ്ങി. ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങുന്നു, ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി. ഗ്രാൻഡ് അനുവദിക്കുക, ഗ്രാൻഡഡ് അനുവദിച്ചു. ഗവൺമെൻറ് അനുവദിക്കുക, ഗവൺമെൻറ് അനുവദിച്ചു, ഗ്രാൻഡഡ്. ബിൽഡ് നിർമ്മിക്കുക, ബിൽറ്റ് നിർമ്മിച്ചു. സെൻഡ് അയക്കുന്നു, സെൻഡ് അയച്ചു. സെൻഡ് അയക്കുന്നു, സെൻഡ് അയച്ചു. അപ്പോൾ 4 ആയി. ഇനി 5ലേക്ക് പോവുകയാണ്. 5 നമുക്ക് 5ലേക്ക് വരാം. ഇത് എന്തിനാ ചക്രപാണി സാർ ഇതിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട്. ഇത് എഴുതി വെച്ചില്ലെങ്കിൽ എൻ്റെ പോതിച്ച വഴിക്ക് ഞാൻ പറയും. പലരും ആലോചിക്കാറുണ്ട് ചക്രപാണി സാർ അല്ലെങ്കിൽ നോട്ടൊക്കെ വെച്ചാൽ. നോട്ട് വയ്ക്കാതെ ഇവിടെ പഠിപ്പിക്കണ പ്രശ്നമേ ഇല്ല. എല്ലാം വ്യത്യസ്തമായ നിലപാടുകളാണ്. അടുത്തത് 5ലേക്ക് പോവാം. 5 ടെൽ പറയുന്നു. ടെൽ പാസ്റ്റ് ടെൻസ് ടോൾഡ് പറഞ്ഞു. ടെൽ ടോൾഡ് മൂന്നാമത്തെ വരി ടോൾഡ്. മൂന്നാമത്തെ വരിയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടെൽ പറയുന്നു, ടോൾഡ് പറഞ്ഞു. ഐ ടെൽ ഞാൻ പറയുന്നു. അതേസമയം ഷീ ടെൽസ് അവൾ പറയുന്നു. ഷീ ടോൾഡ് അവർ പറഞ്ഞു. ടോൾഡ് എന്നുള്ള വാക്കുണ്ടായിരുന്നത് ഡിഡ് അധികം ടെല്ലാണ്. അടുത്തത് 6 WORK വർക്ക് ജോലി ചെയ്യുന്നു. WORKED വർക്ക്ഡ് ജോലി ചെയ്തു. വർക്ക്ഡ് വർക്ക് ജോലി ചെയ്യുന്നു, വർക്ക്ഡ് ജോലി ചെയ്തു. ഐ വർക്ക് ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്യുന്നില്ല, ഐ ഡു നോട്ട് വർക്ക്. രാമ വർക്ക്സ് സുഡവൺ രാമൻ ജോലി ചെയ്യുന്നു. രാമ ഡസ് നോട്ട് വർക്ക്. ദേ വർക്ക്ഡ് അവർ ജോലി ചെയ്തു. അവർ ജോലി ചെയ്തില്ല, ദേ ഡിഡ് നോട്ട് വർക്ക്. ഇപ്പോൾ ഈസാറാം ആകുന്നു, വാസ് വെയർ ആയിരുന്നു. ഹാസ് ഹാവ് ഉണ്ട്, ഹാർഡ് ഉണ്ടായിരുന്നു. ഡു ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തു. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് 7ലേക്ക് വരികയാണ്. 7 പറയുന്നത് കിൽ കൊല്ലുന്നു. കിൽഡ്
കിൽഡ് കിൽഡ് കിൽഡ്. ഇപ്പോൾ കെ വലിയ കെ എഴുതുന്നത് ഇങ്ങനെ, ചെറിയ കെ എഴുതുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് നോക്കാം, വരട്ടെ. അപ്പോൾ കിൽ കൊല്ലുന്നു, കിൽഡ് കൊന്നു. കിൽഡ്. അടുത്ത 8 ടേക്ക് എടുക്കുന്നു. ടുക്ക് ടേക്കൺ. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു. അടുത്ത 9 ഡിസൈഡ്. DECID ഡിസൈഡ് തീരുമാനിക്കുക. ഡിസൈഡഡ് DECIDED ഡിസൈഡഡ് തീരുമാനിച്ചു. DECIDED ഡിസൈഡഡ് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. ടെൽ പറയുന്നു, ടോൾഡ് പറഞ്ഞു. വർക്ക് ജോലി ചെയ്യുന്നു, വർക്ക്ഡ് ജോലി ചെയ്തു. കിൽ കൊല്ലുന്നു, കിൽഡ് കൊന്നു. ടേക്ക് എടുക്കുന്നു, ടുക്ക് എടുത്തു. ഡിസൈഡ് തീരുമാനിക്കുന്നു, ഡിസൈഡഡ് തീരുമാനിച്ചു. ഡിസൈഡിൻ്റെ നൗൺ ഫോമാണ് ഡിസിഷൻ. അപ്പം നമുക്ക് അടുത്ത 10ലേക്ക് പോവാം. ഇന്ന് 20 എണ്ണമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. 9 എണ്ണം നമ്മൾ എഴുതി. ഡിസൈഡ് തീരുമാനിക്കുക, ഡിസൈഡ് തീരുമാനിച്ചു. ഡിസിഷൻ തീരുമാനം, ഡിസിഷൻ നൗൺ ഫോമാണ്. ഡിസിഷൻ തീരുമാനം. അടുത്ത നമുക്ക് 10ലേക്ക് പോകാം. 10 എന്ന് പറയുന്നത് സസ്പെക്റ്റ്. SUSPECT സസ്പെക്റ്റ് സംശയിക്കുക. സസ്പെക്റ്റഡ് SUSPECTED സസ്പെക്റ്റഡ് സംശയിക്കുക. സസ്പെക്റ്റഡ് സംശയിച്ചു. അടുത്തതിലേക്ക് പറയാം. അടുത്തത് 11 പ്രോസ്ക്രൈബ്. ഇതൊക്കെ പുതിയ വാക്കുകളാണ്. PROSCRIBE പ്രോസ്ക്രൈബ് തടയുക. പ്രോസ്ക്രൈബ്ഡ് പ്രോസ്ക്രൈബ്ഡ് PROSCRIBED പ്രോസ്ക്രൈബിൻ്റെ നൗൺ ഫോമാണ് പ്രോസ്ക്രിപ്ഷൻ. തടസ്സം. പ്രോസ്ക്രൈബ് തടയുക അല്ലെങ്കിൽ ബാനിഷ് ചെയ്യുക. പ്രോസ്ക്രൈബ് തടയുക, പ്രോസ്ക്രൈബ്ഡ് തടഞ്ഞു എന്നുള്ള അർത്ഥം. അടുത്തത് റിസീവ്. RECEIVE റിസീവ് സ്വീകരിക്കുക. RECEIVED റിസീവ്ഡ്. RECEIVED റിസീവ്ഡ്. റിസീവ് സ്വീകരിക്കുക, റിസീവ്ഡ് സ്വീകരിച്ചു. ഐ റിസീവ്ഡ് യുവർ ലെറ്റർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിങ്ങളുടെ എഴുത്ത് സ്വീകരിച്ചു. റിസീവ് സ്വീകരിക്കുക, റിസീവ്ഡ് സ്വീകരിച്ചു. അടുത്ത 13 മെർജ്. MERG മെർജ്. പാസ്റ്റ് ടെൻസ് മെർജ്ഡ്. MERGED മെർജ്ഡ്. അടുത്തത് MERGED മെർജ് കൂട്ടിച്ചേരുക, ചേരുക. ലയിപ്പിക്കുക എന്നർത്ഥം. മെർജ് ചെയ്യുക. 2 പാർട്ടികൾ കൂടി മെർജായി. മെർജ് ലയിക്കുക, മെർജ്ഡ് ലയിച്ചു. അടുത്തത് 14 ഡിക്ലെയർ. DECLARE ഡിക്ലെയർ പ്രഖ്യാപിക്കുക. DECLARED ഡിക്ലെയർഡ് പ്രഖ്യാപിച്ചു. DECLARED ഡിക്ലെയർഡ്. ഡിക്ലെയർഡ്. ഡിക്ലറേഷൻ പ്രഖ്യാപനം. ഡിക്ലെയർ പ്രഖ്യാപിക്കുക, ഡിക്ലറേഷൻ നൗൺ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സസ്പെക്റ്റ് സംശയിക്കുക, സസ്പെക്റ്റഡ്. പ്രോസ്ക്രൈബ് തടയുക, പ്രോസ്ക്രൈബ്ഡ് തടഞ്ഞു. റിസീവ് സ്വീകരിക്കുക, റിസീവ്ഡ് സ്വീകരിച്ചു. പിന്നെ ഇതിൽ നിന്നാണ് റിസപ്ഷൻ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. റിസപ്ഷൻ. അടുത്ത മെർജ് ലയിക്കുക, മെർജ്ഡ് ലയിച്ചു. ഡിക്ലെയർ പ്രഖ്യാപിക്കുക, ഡിക്ലെയർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ 14. ഇനി നമുക്ക് അടുത്ത 15ലേക്ക് പോകാം. 15 20 എണ്ണമാണ് ഇന്നത്തെ ലക്ഷ്യം. 20 എണ്ണം. ഇത് എൻ്റെ ഈ ക്ലാസ് കണ്ടിട്ട് ബാക്കി വേറെ എവിടെയെങ്കിലും പോയി കണ്ടാൽ ശരിയാവും. കുറച്ച് ഇംഗ്ലീഷ് മറ്റ് ക്ലാസ്സുകൾ കൂടി കാണുക. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഇതിൽ മാത്രം പിടിച്ച് നിൽക്കണ്ട. അടുത്തത് അക്യൂസ്. ACCUSE അക്യൂസ് കുറ്റം ആരോപിക്കുക. അക്യൂസ്ഡ്. ASSUSED അക്യൂസ്ഡ്. ACCUSED അക്യൂസ്ഡ്. ACCUSED അക്യൂസ്ഡ്. അക്യൂസ് കുറ്റം ആരോപിക്കുക. അക്യൂസ്ഡ് കുറ്റം ആരോപിച്ചു. അടുത്തത് ബിഗിൻ ആരംഭിക്കുക. BEGIN ബിഗിൻ ആരംഭിക്കുക. BEGIN ബിഗാൻ ആരംഭിച്ചു. ബിഗൺ BEGUN ബിഗൺ. ബിഗിൻ ആരംഭിക്കുക, ബിഗാൻ ആരംഭിച്ചു. അടുത്ത അറ്റൻഡ് പങ്കെടുക്കുക. ATTEND അറ്റൻഡ് പങ്കെടുക്കുക. ATTENDED അറ്റൻഡഡ് പങ്കെടുത്തു. ATTENDED അറ്റൻഡഡ് പങ്കെടുത്തു. അറ്റൻഡ് പങ്കെടുക്കുക, അറ്റൻഡഡ് പങ്കെടുത്തു. അടുത്ത ബ്രേക്ക്. BREAK ബ്രേക്ക്.
പൊട്ടിക്കുക അല്ലെങ്കിൽ ഒടിക്കുക. ബ്രേക്ക് BROKE ബ്രോക്ക്. ഇതൊക്കെ ചോദിച്ചാൽ പിന്നെ പിരിക്കാൻ പഠിക്കണം. ബ്രോക്കൺ BROKEN ബ്രോക്കൺ. ബ്രേക്ക് ബ്രോക്കൺ. അടുത്തത് നോ KNOW നോ. പാസ്റ്റ് ടെൻസ് KNEW ന്യൂ. നോൺ KNOWN നോൺ. നോ ന്യൂ നോൺ. നോ അറിയുക, ന്യൂ അറിഞ്ഞു. അപ്പോൾ ഇവിടെ നോൺ. അടുത്ത ഫീൽ അനുഭവപ്പെടുക. ഫീൽ അനുഭവപ്പെടുക. ഫെൽറ്റ് അനുഭവപ്പെട്ടു. അടുത്ത ഫെൽറ്റ്. ഫീൽ ഫെൽറ്റ്. അപ്പോൾ അക്യൂസ് കുറ്റം ആരോപിക്കുക, അക്യൂസ്ഡ് കുറ്റം ആരോപിച്ചു. ബിഗിൻ ആരംഭിക്കുക, ബിഗാൻ ആരംഭിച്ചു. അറ്റൻഡ് പങ്കെടുക്കുക, അറ്റൻഡഡ് പങ്കെടുത്തു. ഇങ്ങനെ പഠിച്ചാലേ ഇംഗ്ലീഷ് വാക്യങ്ങൾ സംസാരിക്കാം. ബ്രേക്ക് പൊട്ടിക്കുക അല്ലെങ്കിൽ മുറിക്കുക. ബ്രോക്ക് മുറിച്ചു അല്ലെങ്കിൽ പൊട്ടിച്ചു. നോ അറിയുക, ന്യൂ അറിഞ്ഞു. ഇതിൽ നിന്നാണ് നോളജ്. ഫീൽ അനുഭവപ്പെടുക. FEL ഫീൽ അനുഭവപ്പെടുക. FELT ഫെൽറ്റ് ഫെൽറ്റ് അനുഭവപ്പെട്ടു. അങ്ങനെ 20 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ 5 എണ്ണമെങ്കിലും എഴുതിയിട്ടില്ല. ക്ലാസ് തുടരും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് പഠിച്ചപ്പോൾ ടെൻസിനെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചു. ടെൻസിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് ടെൻസിനെ പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യത്തിൻ്റെ എല്ലാം സിമ്പിൾ, അടുത്ത് രണ്ടാമത്തത് എല്ലാം കണ്ടിന്യൂസ്, മൂന്നാമത്തതെല്ലാം പെർഫെക്റ്റ്, നാലാമത്തതെല്ലാം പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ടെൻസിലെ 12 വാക്യങ്ങളാണ്. നമ്മൾ എഴുതുന്ന സെൻറ്റൻസുകളെല്ലാം ഈ 12 വാക്യങ്ങളിനകത്ത് വരുന്നതാണ്. പല രീതിയിൽ എഴുതുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ഈ ടെൻസിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരെങ്കിലും കാണാൻ ഈ ക്ലാസ് താല്പര്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഈ മാത്സ് ക്ലാസ്സും സയൻസ് ക്ലാസ്സും എല്ലാം ഏകദേശം ഒരേപോലെ കാണുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ഈ ക്ലാസ് തുടരുക തന്നെ ചെയ്യും. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.